ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നത് സാധ്യതയില്ലാത്തതാണെന്നെങ്കിൽ കൂടെയും ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. ഇത് ചെയ്തിട്ട് എന്തെടുക്കാനാണ് എന്ന് നമുക്കൊരു തോന്നലുണ്ടാകാൻ സാധ്യതയുണ്ട്. കറക്റ്റാണ്. നമ്മുടെ ചെറിയ തലച്ചോറനുസരിച്ച് നമ്മുടെ യുക്തിപരമായിട്ടാണ് പലതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ആ തലച്ചോറിൻ്റെ യുക്തിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ യുക്തിയിലേക്ക് വരാൻ ഒരുത്തൻ തയ്യാറായി കഴിഞ്ഞാൽ അവിടെയാണ് ഒരു വിടുതൽ നടക്കാനായിട്ട് പോകുന്നത്. പ്രവാചകനായിരിക്കുന്ന യെഹെസ്കേലിനോട് പ്രവചിക്കാൻ പറയുന്നത് ജീവനുള്ള മനുഷ്യനെ നോക്കിയല്ല, അതിനേക്കാൾ അപ്പുറത്ത് അസ്ഥികളെ നോക്കി പ്രവചിക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഫിഗർ ഇല്ലാത്ത, ഫ്യൂച്ചർ ഇല്ലാത്ത, ഹോപ്പില്ലാത്ത ഒന്നിനെ നോക്കി പ്രവചിക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സാധ്യതയുമില്ലാത്ത ആ മേഖലകളെ നോക്കി, ഒരു പ്രതീക്ഷയില്ലാത്ത ആ വഴികളെ നോക്കി, എല്ലാ വഴികളും അടഞ്ഞതുപോലെ നിൽക്കുന്ന ആ വെല്ലുവിളികളെ നോക്കി വായി തുറന്ന് കൽപ്പിക്കാനായിട്ട് ഇടയായി തീരട്ടെ. നമ്മുടെ നാവിൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം ഉപയോഗിച്ച് സാധ്യതയില്ലാത്ത മേഖലകളെ നോക്കി എൻ്റെ ദൈവത്താൽ അത് സാധ്യമാകട്ടെ എന്ന് പറയാൻ ഒരുത്തൻ തയ്യാറായി കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് വാതിലുകളെ തുറക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്.